കൊടുങ്ങല്ലൂരിൽ ഫ്ളാറ്റിലെ ഫ്രിഡ്ജിൽ നിന്നും 3 മാസം പ്രായമുള്ള ഭ്രൂണം കണ്ടെത്തിയ സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. മാസം തികയാതെ പ്രസവിച്ചെന്നും നഴ്സിംഗ് പഠിച്ച താൻ ഭ്രൂണം സ്വയം വേർപെടുത്തുകയും ചെയ്തെന്നുമാണ് യുവതി മൊഴി നൽകിയിരിക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ തൃശ്ശൂർ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഈ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വരുന്നത്. പോലീസിന് ഒരു രഹസ്യ വിവരം ലഭിക്കുകയായിരുന്നു. ഒരു ഫ്ളാറ്റിൽ ഇത്തരത്തിൽ ഫ്രിഡ്ജിൽ ഒരു ഭ്രൂണം സൂക്ഷിച്ചിട്ടുണ്ട് എന്ന ഒരു വിവരമാണ്, രഹസ്യ വിവരമാണ് പോലീസിന് ഫോൺ കോൾ മുഖാന്തരം പോലീസിലേക്ക്, കൊടുങ്ങല്ലൂർ പോലീസിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അവിടെ പാർട്ടി അവിടെ എത്തുന്നത്. ആ ഫ്രിഡ്ജ് തുറന്നു നോക്കുമ്പോൾ തന്നെ ഒരു പച്ച നിറത്തിലുള്ള പെട്ടിയിൽ ആമി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് തുറന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ പോലീസുകാർ ഞെട്ടിപ്പോയത്. വനിതാ പോലീസുകാർ അടക്കം പെട്ടെന്ന് തന്നെ പുറകോട്ട് മാറി എന്നാണ് പറയുന്നത്. അതിൽ ഭ്രൂണമായിരുന്നുവെന്ന് ആ പെൺകുട്ടി തന്നെ സമ്മതിച്ചു. 28 വയസ്സുകാരിയാണ് ആ പെൺകുട്ടി. അവരുടെ പങ്കാളിക്ക് 23 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. എന്തായാലും വിവാഹം പ്രണയ വിവാഹമായിരുന്നു. വീട്ടുകാരുടെ എന്തൊക്കെയോ എതിർപ്പുകൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇരുവരും ഇവിടെയാണ് താമസിക്കുന്നത്, കൊടുങ്ങല്ലൂരിലാണ്, ഈ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. യുവതി നഴ്സിംഗ് പഠിച്ചിരുന്ന യുവതിയാണ്. അതുകൊണ്ട് താൻ തന്നെ ഈ ഇത്തരത്തിൽ വയറുവേദന എടുത്തു, ബാത്റൂമിലേക്ക് പോകുന്നതിന് മുൻപ് വയറുവേദന എടുത്തു. ഈ 2 ദിവസം, അതായത് 23-ാം തീയതിയാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. വയറുവേദന എടുത്തു. അപ്പോൾ തന്നെ ഭ്രൂണം താൻ തന്നെ വേർപ്പെടുത്തി. മറ്റൊരു സ്ത്രീയുടെ സഹായം കൂടി തനിക്ക് ലഭിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇനി ആ ഒരു മറ്റൊരു സ്ത്രീയാണോ പോലീസിനെ ഈ വിവരം അറിയിച്ചത് എന്നതിനെക്കുറിച്ചൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഈ ഭ്രൂണം കളയാൻ, ഡിസ്പോസ് ചെയ്യാൻ തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചതെന്നാണ് ഇപ്പോൾ അവർ നൽകിയിരിക്കുന്ന മൊഴി. പോലീസ് ഇത് പൂർണ്ണമായും മുഖവിലക്കെടുത്തിട്ടില്ല. കൂടുതൽ പരിശോധനകൾ വേണം. ഈ ദമ്പതികളെ കൂടുതൽ ചോദ്യം ചെയ്യണമെന്നാണ് പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ മറ്റു തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ പോലീസ് ചിന്തിക്കുന്നില്ല. യുവതിയെ എന്തായാലും വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമേ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കൂ എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഞെട്ടിക്കുന്ന സംഭവമാണ്. ഒരു ഫ്രിഡ്ജിലാണ് ഒരു ഭ്രൂണം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഭ്രൂണം എന്തായാലും പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എസ് കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.